ഹായ്, എല്ലാവർക്കും സോണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നേരെ ചെറായി ബീച്ചിലേക്ക് പോവാണ്. ഇതാണ് ജോഷിയേട്ടൻ, ഇത് അമല്, ഇത് അലൻ, ഇതാണ് എൻ്റെ ചേച്ചി ബെനല്, ഇതെൻ്റെ മൂത്ത ചേച്ചിയുടെ മകൻ ബെനഡിറ്റ്. കടൽ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നേരെ ഒരു ജങ്കാറിൽ കയറി ഫോർട്ട് കൊച്ചിയിലേക്കൊരു യാത്ര. ഫോർട്ട് കൊച്ചിയിൽ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞും കുട്ടികൾക്ക് പല പല ആവശ്യങ്ങളായിരുന്നു. ഇവിടെ വന്നപ്പോൾ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ നല്ല വൈബാണെന്നാണ് പിള്ളേർ പറഞ്ഞത്. നല്ലൊരു രാത്രി കാഴ്ചകളാണ് അവിടെ ഉള്ളത്. കണ്ടില്ലേ, നല്ല മീനൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. സൂപ്പർ. ജോഷിയുടെ എന്താ സംഭവം തിന്നണേ? എലി കറങ്ങണ പോലെ കറണ്ടുണ്ടല്ലോ. എന്നിട്ട് പറയണില്ല, കുട്ടി മുണ്ടണില്ല. ഈ കുട്ടി പറഞ്ഞത് എന്താ സാധനം? സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കണേന്ന്. അതിന് സ്വീറ്റ് കോൺ ആണ് ആ സാധനത്തിന് വേണം. നിങ്ങൾ മുളകും മല്ലിയൊക്കെ ഇട്ട് കഴിക്കണം. അത്ര ഇത് കഴിക്കണോണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ആ ഹോട്ടലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഞങ്ങളെ ഈ ഹോട്ടലിലേക്കാണോ കൊണ്ടുപോണത്? അത് ഏകദേശം കളയേണ്ട ഭാഗമായിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഗാഡി. ഞങ്ങളുടെ ഗാഡിയുടെ അടുത്തെത്തി. ഞങ്ങളത് വീണ്ടും പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫോറം മാളിലെത്തി. ഇവിടെ വന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞാനും ചേച്ചിയും ചേട്ടനും എല്ലാവരും ഓരോ കടയിലും കയറി. അന്നേരം അച്ചു ആൽഫിയും അവർക്കുള്ള സാധനങ്ങളും സെലക്ട് ചെയ്യാൻ പോയി. പക്ഷെ അവർക്കൊന്നും വാങ്ങി കൊടുത്തില്ല കേട്ടോ. എല്ലാം നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. ആ കടയിലേക്ക് കയറണ്ട. സാംസങ്ങിന്റെ സാംസങ്
മായക്കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഷെഫ് പിള്ളയുടെ മീൻ അവിടേക്കാണ് കേട്ടോ പോയത്. ഇവിടെ ഏതൊക്കെയോ നിർവാണാസം ഉണ്ടാക്കുന്നുണ്ട്. ഇതേതോ കരിമീൻ നിർവാണയാണെന്ന് തോന്നുന്നു. ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാം. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ ഓരോരുത്തർ സെലക്ട് ചെയ്യാൻ തുടങ്ങി. കൂടുതലും ഫിഷാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഫിഷിൻ്റെ പല വെറൈറ്റികളുണ്ട്. പല ഭക്ഷണങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും പലതിൻ്റെയും പേര് എനിക്കിപ്പോഴും അറിയണില്ല. എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ലക്കി ഭാസ്കർ സിനിമ കൂടി കണ്ടു കേട്ടോ. നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക്